Chemanu International Jewelers, traditionally trusted for 160 years. കറുകുറ്റി മണിയംകുഴി അക്ഷര വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ജനുവരി 21 ഞായറാഴ്ച ഫുട്ബോൾ ഷൂട്ടൌട്ട് മത്സരം നടന്നു. വിവിധ പ്രദേശങ്ങളിൽ നിന്ന് 30 ടീമുകൾ പങ്കെടുത്ത ഷൂട്ടൌട്ട് മത്സരത്തിന് നേതൃത്വം നൽകിയ യുവജനവേദിയുടെ ഉദ്ഘാടനം ആലുവ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ശ്രീ VK ഷാജി നിർവഹിച്ചു. ഇന്നിവിടെ കളിയും സംസ്കാരവും ഒരുമിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഇതിൻ്റെ കമ്മിറ്റി അംഗങ്ങളെ എത്ര പറഞ്ഞാലും മതി വരാത്ത വാക്കുകൾ ഉപയോഗിച്ച് മുക്തകണ്ഠം അവരെ പ്രശംസിക്കുകയാണ്. ഇവിടുത്തെ യുവവേദിക്ക് ധാരാളം കാര്യങ്ങൾ ഈ നാടിന് വേണ്ടി ഇനിയും ചെയ്യാനുണ്ട്. ലോക ചരിത്രം മാറ്റിമറിച്ചത് യുവാക്കളാണ്. ഈ പരിപാടി ഇവിടുത്തെ യുവവേദി ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. ഷൂട്ടൌട്ട് ടൂർണമെന്റ് ഉദ്ഘാടനം കരിയാമ്പറമ്പ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശ്രീ ജോണി പള്ളിപ്പാടൻ ബോൾ കിക്ക് ചെയ്ത് നിർവഹിച്ചു. ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുവാൻ ഇദ്ദേഹത്തിനും ഇദ്ദേഹത്തിൻ്റെ ടീമിനും ഇവിടെയുള്ള എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഷൂട്ടൌട്ട് ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതാണ്. അത് ഉദ്ഘാടനം ചെയ്തായിരിക്കുന്നു. നന്ദി. ടൂർണമെന്റ് ജേതാക്കളായ ടീമുകൾക്കും മികച്ച ഗോൾ കീപ്പർക്കും ജൂനിയർ ഷൂട്ടൌട്ട് വിജയികൾക്കും കറുകുറ്റി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈജോ പറമ്പി ക്യാഷ് പ്രൈസ് വിതരണം ചെയ്തു. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഒരു വീടിൻ്റെ മുകളിൽ വായനശാല, ഒരു വർഷം മുമ്പല്ലേ, ഒരു വർഷം കഴിഞ്ഞു. ഒരു വർഷം മുമ്പ് ബെന്നിച്ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളിങ്ങനെ നമ്മുടെ മടിയൻകുഴിയിൽ ഒരു വായനശാല തുടങ്ങുന്നുണ്ട്, അതിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞ് വിളിച്ചതും വന്ന ലൈബ്രറിയുടെ പ്രധാന പ്രവർത്തകരെല്ലാം ഒത്തുകൂടി വീടിൻ്റെ മുകളിൽ അന്ന് നമ്മളെല്ലാവരും കൂടിയാണ് വായനശാല തുടങ്ങിയത്. വായനശാലയിൽ ഏർപ്പെടുത്തുന്ന മികച്ച പുസ്തകാസ്വാദനക്കുറിപ്പിനുള്ള പുരസ്കാര തുകയായ 15,000 രൂപയുടെ ചെക്ക് ശ്രീ ബെന്നി പടുവൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെയ്സൺ ആന്റണിക്ക് കൈമാറി. വാർഡ് മെമ്പർ ആൽബി വർഗീസ്, സംഘാടക സമിതി കൺവീനർ സ്റ്റീഫൻ വെല്ലൂരാൻ, പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെയ്സൺ, സെക്രട്ടറി ഷാജു അച്ചിനിമാടൻ, വൈസ് പ്രസിഡന്റ് ഷൈജി ഷാജൻ, ജോയിന്റ് സെക്രട്ടറി ജിസ്മോൾ ടീര എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, കൊച്ചിവട്ടം.